ഹലോ ഫ്രണ്ട്സ്, ഈ ഫുഡ് ഷിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ ഒരു പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് ഓവൻ ഇല്ലാതെ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്തെടുത്ത നമ്മുടെ പ്ലം കേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്മസിനുള്ള കേക്ക്. ഇത് എങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മൾ ചെയ്തെടുത്തതെന്ന് നോക്കാം. ഇത് ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ചെയ്തെടുത്തത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു ഗ്ലാസ് മൈദ, ഇത് 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്താണ്. അതുപോലെ ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു 50 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ഒരു 50 ഗ്രാം നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, പിന്നെ കുറച്ച് ചെറി, ഒരു 50 ഗ്രാം കാഷ്യൂനട്ട്, 3 മുട്ട, പിന്നെ ഇത് ഓറഞ്ച് സെസ്റ്റ്, ഇത് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ടായിരുന്നു, റോഡ് വെക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്ത് അതിൻ്റെ പകുതി ഇതിലോട്ടിട്ട് ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ച് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കാരമലൈസ് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ബ്രൗൺ കളറാവും. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തായിരുന്നു, അതിൻ്റെ പകുതി നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പകുതി നമ്മൾ പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഡാർക്ക് ബ്രൗൺ ആവണം. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മുടെ പഞ്ചസാര ബ്രൗൺ കളറായിട്ടുണ്ട്, കാരമലൈസ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി ഒന്ന് പതഞ്ഞ് പൊങ്ങും. ആ പരുവം വരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാരമലൈസ് ചെയ്യാൻ വെച്ച പഞ്ചസാര നല്ലതായിട്ട് കളറൊക്കെ നല്ല ഡാർക്കായിട്ടുണ്ട്, ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അതുപോലെ നല്ലതായിട്ട് പതഞ്ഞ് വരുവാണ്. ഈ പരുവത്തിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ഉണക്ക മുന്തിരിങ്ങ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്താലേ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് ഇതിനകത്ത് കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ജാതിക്കയും ഗ്രാമ്പൂവും കൂടെ പൊടിച്ചുകൊണ്ട് അത് ഒരു നുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു നുള്ളി ഗ്രാമ്പൂവിൻ്റെയും ജാതിക്കയുടെയും കൂടെ പൗഡർ ഇട്ടായിരുന്നു. ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വേവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി നമ്മുടെ കേക്കിന് വേണ്ട പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ആ സെയിം ഗ്ലാസ്, നമ്മൾ പഞ്ചസാര എടുത്ത ആ സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂണ് സോഡാ പൗഡർ കൂടെ ഇതിനൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം, ആദ്യത്തെ 2 പ്രാവശ്യം കഴിഞ്ഞു, ഇത് 3ാമത്തെ പ്രാവശ്യം ഇത് നമ്മൾ ഈ അരിപ്പയ്ക്കകത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ചേർത്ത സോഡാപ്പൊടിയും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ 3 പ്രാവശ്യം ഇത് അരിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് നമ്മൾ ഈ മുട്ടയുടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 സെക്കൻഡ് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിനൊരു 1/2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തതിന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചെടുത്തതാണിത്. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു.
നമ്മൾ മിക്സ് ചെയ്ത് ഇപ്പം മുട്ടയും വാനില എസൻസും കൂടെ മിക്സ് ആക്കി എടുത്തതിനകത്തോട്ട് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചോടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് ഒരു 20 സെക്കൻഡ് ഒന്ന് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കാം. മുട്ടയും വാനില എസൻസും ചേർത്തതിനകത്തോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാരയുടെ പൊടിയൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഒരു 20 സെക്കൻഡ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ മിക്സ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ സൺഫ്ലവർ ഓയിലും അതുപോലെ മുട്ടയും പഞ്ചസാരപ്പൊടിയും വാനില എസൻസും എല്ലാം നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ഇത് മിക്സായി ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മൾ സോഡാപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ട് മിക്സ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുക്കും. പകുതി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പകുതിയുടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ആദ്യം ഇട്ടപ്പോൾ കുറച്ചങ്ങ് കൂടിപ്പോയി. 2 പ്രാവശ്യം പപ്പാതി ഇട്ടാണ് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടത്. 2 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ടോ കുറച്ച് ഇട്ട് മിക്സ് ആക്കി എടുത്താലും മതി. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുറച്ച് ചെറിയ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ് തേന് കൂടി ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂണ് ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്താണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതുണ്ടല്ലേ കേക്കിന് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2.5 സ്പൂണ് 3 സ്പൂണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിനോട്ട് ഇടാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കണം. ബട്ടർ പേപ്പർ ഇട്ടിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ഇതല്ലെങ്കിൽ കേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇളകി പോരാൻ പാടുപെടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഇതാണ് ഈ കേക്കിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമ്മൾ ഈ ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. നല്ലതായിട്ട് ഇതുപോലെ തട്ടി കൊടുക്കണം. റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു. അതിന് മുമ്പ് തന്നെ നമ്മളൊരു സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാത്രം അതിലോട്ട് വെച്ചു. അതിനുശേഷം തന്നെ ഇതുപോലെ ഒരു റിങ് നമ്മൾ ഇതിനകത്തോട്ട് വെക്കുന്നു. നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്ത് ഈ റിങ്ങിന് മുകളിലോട്ട് വെക്കുന്നു. നമുക്കിതൊന്ന് ഇങ്ങനെ അടച്ചു വെക്കാം. പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ ബാക്കി മിക്സൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതിനകത്തൊന്ന് കുത്തി കൊടുക്കണം. ഇതിനകത്ത് വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി നല്ല രീതിയിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കുറച്ച് നമ്മുടെ കാഷ്യൂ നട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിങ്ങ കൂടി ഇവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെക്കാം. കറുത്ത മുന്തിരിങ്ങ സെറ്റ്. നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചൂടാക്കാൻ വെച്ച പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമ്മൾ കേക്ക് ഇതിലോട്ടെടുത്ത് വെക്കാം. നമ്മൾ കേക്ക് ഓവനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിക്കാം. കേക്ക് നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുത്തു. ഇനി ഒരു 40 മിനിറ്റ് നല്ല ഹീറ്റിൽ നല്ലതായിട്ട് തീ കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാകാൻ വേണ്ടി വെച്ചിട്ട് ഒരു ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കിയാലോ. ചൂടൊക്കെ ഉണ്ട്. 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കിയാലോ. ഇതുപോലെ എന്തെങ്കിലും എടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെറിയ കമ്പിയോ ടൂത്ത് പിക്കോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടോ, ഇതെല്ലാം ആയിട്ടില്ല. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് വെളിയിലെടുക്കാം.
കേക്ക് നമ്മൾ ഇതിൽ എടുത്ത് പോയിട്ട് വെച്ച് അടിപൊളി കേക്ക്. എങ്ങനെയുണ്ട് വിഷ്ണു കേക്ക്? സൂപ്പറല്ലേ? കാണാൻ കിട്ടില്ല, വാങ്ങി കഴിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. ഇതെടുത്തിട്ട് തണുക്കാൻ വേണ്ടി വെച്ചാൽ നല്ലതായിരിക്കും. നമ്മളേണ്ട കേക്കിൻ്റെ ട്രേ ശകലം പോലും കരിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല. നമുക്കിത് പെല്ലെ ഇതിനെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇതിലത്തെ ആ പേപ്പർ, നമ്മുടെ ഓയിൽ പേപ്പർ ഇതുപോലൊന്ന് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പറല്ലേ? ആഹാ, അടിപൊളി കേക്കാണ്. നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ അടിപൊളി കേക്ക് വേണ്ട കൊള്ളാം, കിടിയില്ല. നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്താലോ? അപ്പോൾ കട്ടി നമ്മുടെ കേക്കിൻ്റെ കട്ടിങ് നല്ല ചൂടാണ് കേട്ടോ. നിങ്ങളിത്ര ചൂടോടൊന്നും കട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ പിന്നെ ചെറിയുടെ ഒക്കെ ഒരു കളറും ഇത് അടിപൊളി അല്ലേ? അടിപൊളി ചെറിയും ക്യാഷിനോട്ടൊക്കെ കാണാൻ തന്നെ ഒരു അഴകല്ലേ. കേക്ക് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അത് അടിപൊളി കേക്ക് നോക്കി. അതുകൊണ്ട് കൊള്ളാം, കിടിയില്ല. കിടിലൻ കേക്കല്ലേ? നല്ല സോഫ്റ്റ് കേക്ക്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ട് അല്ലേ? ഇത് കാണുമ്പോൾ അങ്ങനെ ഉണ്ട്. കഴിച്ചു നോക്കിയാൽ അറിയത്തുള്ളൂ. സൂപ്പർ, അടിപൊളി. നിങ്ങൾ കഴിച്ചു നോക്കി. കഴിച്ച് ഒരു രക്ഷയില്ല. ചൂടങ്ങോട്ട് മാറിയിട്ടില്ല. ഉണ്ട്, സൂപ്പറല്ലേ? നീ നോക്കണം. ഇതുണ്ടോ നമ്മളാ ചൂടോട്ടിരിക്കുന്നുണ്ട്. നീ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ആ, എന്തൊരഴകാണ്. പക്ഷെ ഇത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞ് കഴിച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞ് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയി. ഇപ്പൊ വിഷ്ണു സാമ്പിൾ ചെയ്തേ. വിഷ്ണു കഴിച്ചു നോക്കാം. ഞാനും വേണേ ഒന്ന് കാണിച്ചെടുക്കാം. മുന്തിരിങ്ങ കണ്ടാ, മുന്തിരിങ്ങയൊക്കെ സൂപ്പറല്ലേ? കാണാനുള്ള കാര്യം കൊള്ളാം. സൂപ്പറാ, അടിപൊളിയാണ്.